ഹലോ ഫ്രണ്ട്സ്, ഇന്ന് എൻ്റെ ഉച്ചയൂണൊന്ന് കണ്ടാലോ. ദീപുട്ട് എന്ന് പറഞ്ഞ എടപ്പള്ളിയിലുള്ള കടയിൽ നിന്നാണ് കേട്ടോ ഞാൻ ഇന്ന് വാങ്ങിച്ചത്. അതും സ്പെഷ്യൽ ഊണാണ്. സ്പെഷ്യൽ ഊണെന്ന് പറയുമ്പോൾ എല്ലാ രീതിയിലും സദ്യ പോലത്തെ ഊണാണുള്ളത്. തോരനുണ്ടായിരുന്നു, ക്യാബേജ് തോരൻ. ഇത് അവിയൽ. ഇത് വന്നിട്ട് ഒരു പൈനാപ്പിൾ പുളിശ്ശേരിയാണത്. ഇത് ഒരു കിച്ചടിയാണ്. അച്ചാറ്, നാരങ്ങാച്ചാറാട്ടോ ഇത്. ചമ്മന്തി ഉണ്ടായിരുന്നു. ഇത് നല്ലൊരു ചമ്മന്തിയാണ്. ഇത് വന്നിട്ടൊരു മാങ്ങക്കറിയാണ്, പക്ഷേ ഒരു ചെമ്മീൻ്റെ ഒക്കെ ടേസ്റ്റുള്ളൊരു മാങ്ങക്കറി. ഇത് നമ്മുടെ എരിശ്ശേരിയാണ്. എരിശ്ശേരി മത്തങ്ങ എരിശ്ശേരി, ഈ പയറൊക്കെ വെച്ചിട്ടുണ്ടാക്കില്ലേ അത്. പായസം, അവസാനം രസം. സാമ്പാറുണ്ട്. സാമ്പാറില്ലായിരുന്നു കേട്ടോ, അത് മീൻകറിയാണ്. ഇതിനകത്ത് സാമ്പാറുണ്ടായിരുന്നില്ല. പപ്പടം. പിന്നെ ഞാനൊരു ഓറഞ്ച് ജ്യൂസും കൂടി ഓർഡർ ചെയ്തായിരുന്നു. ഞാനെപ്പോഴും ഉച്ചയൂണ് എന്നും മട്ട റൈസ് കഴിക്കാനാണ് ആഗ്രഹിക്കുന്നത് കേട്ടോ. പക്ഷേ എൻ്റെ വീട്ടിലുണ്ടാക്കുമ്പോൾ ജയ അരി ആയിരിക്കും ഉണ്ടാക്കുന്നൊരു വെള്ള കളർ അരിയില്ലേ. പക്ഷേ എനിക്ക് ഇഷ്ടം മട്ട റൈസാണ് എപ്പോഴും. എന്ന് പറഞ്ഞാൽ മട്ട റൈസ് എന്ന് പറഞ്ഞാൽ കുത്തരിച്ചോറ്. ചോറ് അത്യാവശ്യം ഞാൻ ഇടും കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ട് പണ്ട്, എൻ്റെ പഴയ വീഡിയോ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. 3 നേരം ചോറ് തന്നാലും കഴിക്കുന്ന വ്യക്തിയാണ് ഞാൻ മണത്ത് നോക്കാം. ഞാൻ ആദ്യം വിചാരിച്ച സാമ്പാറാണെന്ന്, പക്ഷേ അത് സാമ്പാറല്ലായിരുന്നു. അത് ശരിക്കൊരു മീൻ കറിയായിരുന്നു. പിന്നെ അതിനകത്ത് മീൻ കഷ്ണം നോക്കിയപ്പോഴാണ് മനസ്സിലായത് അത് മീനാണെന്നുള്ളത്. പിന്നെ ഇത് നമ്മുടെ മുളകിട്ട മീൻ കറിയല്ല, ഇത് തേങ്ങ അരച്ചിട്ടുള്ള മീനാണ് കേട്ടോ. ആ മീൻ എടുത്തപ്പോഴെനിക്ക് മനസ്സിലായത് ഇത് മീൻ കറിയാന്നുള്ളത്. തേങ്ങ അരച്ച മീൻ കറിയാണ്. ഇതാണ് പൈനാപ്പിൾ പുളിശ്ശേരി. പൈനാപ്പിൾ പുളിശ്ശേരിക്ക് അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പൈനാപ്പിൾ, പക്ഷേ ശരിക്കും ഞാൻ പൈനാപ്പിൾ കഴിക്കാത്തൊരു വ്യക്തിയാണ്. പക്ഷേ പൈനാപ്പിൾ ഞാൻ കഴിക്കില്ല, പക്ഷേ ആ കറി വെച്ച് ഉണ്ടാക്കിയപ്പോൾ എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇത് മത്തങ്ങ എരിശ്ശേരി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പയറൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കൂലേ, മത്തങ്ങ പയറെരിശ്ശേരി. അതും കൊള്ളായിരുന്നു. ഞാൻ ഒന്നൊന്നായിട്ടാണ് കേട്ടോ ടേസ്റ്റ് ചെയ്യുന്നത്, എല്ലാം കൂടി കൂട്ടി കുഴയ്ക്കുന്നില്ല. ഓരോന്ന് ഇട്ടിട്ടിട്ട് അതിൻ്റെ ടേസ്റ്റ് മനസ്സിലാക്കുകയാണ്. പിന്നെ അവസാനം നമുക്ക് എല്ലാം കൂടി ഇട്ട് ഒരു പിടി പിടിക്കാം. അത് കഴിഞ്ഞ് ഞാൻ അവിയലെടുത്തു. അവിയലും അത്യാവശ്യം കുഴപ്പമില്ല, നല്ലതായിരുന്നു. ഇത് ക്യാബേജ് തോരനാണ് കേട്ടോ. ക്യാബേജ് തോരൻ കൊള്ളായിരുന്നു. സംഭവം കൊള്ളാം. എന്തൊക്കെ പറഞ്ഞാലും നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാം ഓരോരോ കറിക്കാണെങ്കിലും ഓരോരോ ടേസ്റ്റാണ്. പിന്നെ ചമ്മന്തി ഒന്ന് രുചിച്ച് നോക്കാമെന്ന് വിചാരിച്ച്. ഞാൻ ശരിക്കും ചമ്മന്തിയുടെ ആളല്ല, പക്ഷെ ചമ്മന്തിക്ക് ഒരു മധുരത്തിൻ്റെ ടേസ്റ്റാണ് കേട്ടോ. പക്ഷെ ഒരു വെറൈറ്റി ചമ്മന്തി, പൊടിച്ചമ്മന്തിയൊക്കെ ഈ നമ്മൾ എന്തൊക്കെ ഇട്ട് അരച്ച് നമ്മൾ മിക്സി പൊടിച്ചെടുക്കില്ല, അങ്ങനത്തെ ഒരു ചമ്മന്തിയായിരുന്നു. ഉണക്ക ചമ്മന്തിയില്ലേ, അതായിരുന്നു. പപ്പടമുണ്ട്. പപ്പടം ഞാൻ പക്ഷേ ചോറിൻ്റെ കൂടത്തിൽ ഞാൻ കഴിക്കൂല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇന്നും ഏറ്റവും അവസാനം പായസത്തിന് വേണ്ടി വെച്ചിരിക്കും. കിച്ചടി ആട്ടോ ഞാൻ കാണിച്ചത്. കിച്ചടി ആക്ച്വലി എനിക്കിഷ്ടമുള്ള ഒരു സാധനമല്ല, എന്നാലും നമുക്ക് എന്തായാലും ആ കൂട്ടത്തിൽ കിട്ടുന്നതുകൊണ്ട് ഞാൻ എന്തായാലും ഒന്ന് ടേസ്റ്റ് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ എന്നാലും
കിച്ചടി ഒരിക്കലും എനിക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല. പക്ഷെ ബീട്രൂട്ട് കിച്ചടിയുടെ ടേസ്റ്റ് ആക്ച്വലി എനിക്ക് ഇഷ്ടമാണ്. ആ മറ്റേ പിങ്ക് കളറിൽ ബീട്രൂട്ടിൻ്റെ ഒരു കിച്ചടിയില്ല, അത് കിട്ടൂലേ, അതെനിക്ക് ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് വെള്ളം എനിക്ക് അത്ര ഇഷ്ടമല്ല. ഇത് രസമാണ് കേട്ടോ, രസം. രസം കൊള്ളാം ആക്ച്വലി. കണ്ടോ, രസം എനിക്ക് അപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ടായിരുന്നു. രസത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇവിടുത്തെ. ഇനി എല്ലാം ഒന്നൊന്നായിട്ട് ഇടാം. മീൻചാറ് ഒന്ന് തോന്നരുത് ഇത് ഞാൻ കഴിക്കുന്ന പാത്രമായതുകൊണ്ടാട്ടോ ഇങ്ങനെ നിൽക്കുന്നത്. എന്നിട്ട് ഞാൻ തന്നെ ഈ പാത്രങ്ങളൊക്കെ ക്ലീനാക്കി വെക്കും. പിന്നെ തോരനിട്ടു, പുളിശ്ശേരി ഇട്ടു, പിന്നെ അവിയലിടുകയാണ്. ഇത് മത്തങ്ങേരിശ്ശേരി ഇടാണ്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അവിയലിൻ്റെ കഷ്ണം എടുത്ത് കഴിക്കുന്നുണ്ടേ. ഇത് ഞാൻ പറഞ്ഞ ആ കറി കേട്ടോ, മറ്റേ ചെമ്മീൻ്റെ ഒരു ടേസ്റ്റുള്ളൊരു കറി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, മാങ്ങയൊക്കെ ഇട്ടിട്ട്. മാങ്ങ ഇട്ട് ചെമ്മീൻ്റെ കറി ആക്ച്വലി ഇത് ഒന്നൊന്നര കറി കേട്ടോ, ഒന്നും പറയണ്ട. അതിൽ ആ മാങ്ങ തന്നെ കഴിക്കാൻ എന്ത് ടേസ്റ്റാണ്. എനിക്ക് അത് ഓർക്കുമ്പോൾ തന്നെ ഒരു രക്ഷയില്ല, അത്ര ടേസ്റ്റാണ് ശരിക്കും കേട്ടോ. നിങ്ങൾ വീട്ടിൽ വെറുതെ നമ്മളൊരു ഒറ്റ കറിയൊക്കെ അല്ലേ നമ്മൾ ഒരു ദിവസം ഉണ്ടാക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കുവാണെങ്കിൽ ഇങ്ങനത്തെ കറി ഒന്ന് പരീക്ഷിച്ച് നോക്കണം. മാങ്ങ ഇട്ടിട്ട് ചെമ്മീൻ്റെ ഒരു കറി ശരിക്കും ഇൻസ്പയർഡായി. സത്യം പറഞ്ഞാൽ ഞാൻ ഇങ്ങനത്തെ കറി ഇതിലായിട്ടും കഴിച്ചിട്ടില്ല. പക്ഷെ സംഭവം സൂപ്പർ, ഭയങ്കരമായിട്ട് എനിക്കിഷ്ടമായി. എന്തായാലും ഞാനതൊന്ന് പരീക്ഷിക്കും അതുണ്ടാക്കാൻ. എല്ലാം കൂടി ഇട്ട് ഞാനൊന്ന് കുഴച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. ഓരോന്നോരോന്നായിട്ട് ആദ്യമേ എൻ്റെ അടുത്ത് വേറൊരാൾ വന്ന് ഇരിപ്പുണ്ട് ഇതിൻ്റെ മണം അടിച്ചിട്ട്. അവക്കാണെങ്കിൽ ഇതിൻ്റെ മണം സഹിക്കാൻ പറ്റണില്ല. ഇടയ്ക്കിടയ്ക്കായിട്ട് എൻ്റെ കാലിൻ്റെ ഒക്കെ അവിടെ വന്ന് ഇങ്ങനെ ഇരിപ്പുണ്ട്. മീനും ഇട്ടു കേട്ടോ, ഞാൻ മീൻ വെച്ചിട്ട് കൂട്ടി കഴിക്കാമെന്ന് വിചാരിച്ചു. അതിൻ്റെ ഇടയ്ക്ക് മീൻ്റെ മുള്ളൊക്കെ കിട്ടി. നല്ല ടേസ്റ്റുള്ള മീനാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഇത് ഒന്നില്ലെങ്കിൽ ചൂരയായിരിക്കും, ചൂരയാണെന്ന് തോന്നുന്നു. ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റുള്ള മീനാണ്. അവിടെ ഒരാൾ എന്നെ നോക്കിക്കൊണ്ടിരിപ്പുണ്ട് കേട്ടോ, അതാണ് ഞാൻ ആ കണ്ണും കൊണ്ട് ഇങ്ങനെ കാണിക്കുന്നത്. എല്ലാ കറികളും കൂടി കുഴച്ച് മീനും നടുക്ക് വെച്ചിട്ട് ഉരുട്ടി ഇങ്ങെടുക്കണം. ഉരുട്ടി എടുത്തിട്ട് ഒരു പിടി കഴിച്ച് നോക്കാം. ഭയങ്കര ടേസ്റ്റായിരിക്കും കേട്ടോ, എല്ലാം കൂടി ഇട്ടിട്ട്. നല്ല സൂപ്പർ ഊണാണേ. എന്തായാലും ഇന്നത്തെ ദിവസം, ഇന്ന് ഉച്ചയ്ക്കത്തെ ഊണ് എനിക്ക് കുശാലായിട്ടുണ്ട്.
അതെ, എൻ്റെ പട്ടിക്കുഞ്ഞ് ഇവിടെ വന്ന് ഇരിപ്പുണ്ട്. അമ്മേ എനിക്ക് വല്ലതും തരുമോ? മണക്കുന്നതാണ് ഇത്. ആക്ച്വലി അവൾക്ക് മണം പിടിക്കുന്നതാണ് ഈ കാണുന്നത് കേട്ടോ. ഫുഡ് അടുത്ത് തന്നെ ഇരിപ്പുണ്ട്. വായൊക്കെ ഇങ്ങനെ നക്കി കാണിക്കുകയാണ്. ആക്ച്വലി അതിൽ കൊതിച്ചി ആയതുകൊണ്ടാണ് അവളിങ്ങനെ. ഇത് അതിൻ്റെ ഇടയ്ക്ക് അവിടെ അങ്ങ് ദൂരത്ത് ഒരാളെ കാണുന്നുണ്ടോ? അതാണ് സ്നോയി, എൻ്റെ രണ്ടാമത്തെ കുട്ടിയാണത്, രണ്ടാമത്തെ പട്ടിക്കുട്ടി. ടാൻഡാൻ അവൻ്റെ കള്ള നോട്ടം കണ്ടില്ലേ? അവന് നക്കി ഇരിക്കുക, അവന് മണം കിട്ടുന്നുണ്ട്. പട്ടികൾക്കൊരു ഇതുണ്ട് കേട്ടോ, അവർക്ക് മണം കിട്ടും. അവൻ്റെ കൈ തന്നെ നക്കിക്കൊണ്ടിരിക്കുകയാണ്. നോക്കിയവൻ. കോട്ട് വായിക്കിട്ടിരിക്കുക. ഇത് കഴിയുമ്പോൾ അവർക്ക് എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചിട്ടാട്ടോ അവർ നോക്കിയിരിക്കുന്നത്. പാവം പട്ടിക്കുട്ടീസ്. എന്തായാലും എൻ്റെ പാത്രത്തിലെ ചോറൊക്കെ ഏകദേശം തീർന്നു. ശരിക്കും എൻ്റെ വയറ് നിറഞ്ഞു. എന്നാലും വേസ്റ്റ് ആക്കണ്ടല്ലോ എന്നുള്ളതുകൊണ്ട് ഞാൻ ആ ബാക്കി ചോറും കൂടി കഴിക്കും കേട്ടോ. മുരിങ്ങക്കോലി ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ മുരിങ്ങക്കോലി ഭയങ്കര വിറ്റാമിനാണെന്നാണ് പറയണത്. അയൺ കണ്ടൻറ്റ് കൂടുതലാണ് മുരിങ്ങക്കോലി. അവിയൽ കഷ്ണം എടുത്ത് കഴിച്ച്. അവിയലാട്ടോ അത്. ശരിക്കും ഞാനൊരു അവിയലിൻ്റെ ആളാണ്. അവിയലെന്ന് പറയുന്നത് എൻ്റെ ഒരു ഫേവറേറ്റ് കറിയാണേ. ഞാൻ മിക്കപ്പോഴും എന്താണോ ഉണ്ടാക്കാറുള്ളത് എൻ്റെ കൈ കൊണ്ടെന്ന് ചോദിച്ചാൽ ഏത് നേരം അവിയല. മിക്കപ്പോഴും ഞാൻ വീട്ടിൽ എന്താ ഉണ്ടാക്കണമെന്ന് ചോദിച്ചാൽ എപ്പോഴാണെങ്കിലും എൻ്റെ വീട്ടിൽ മീനും ഉണ്ടാകും, അവിയലുണ്ടാകും. മീൻ അവിയൽ ഇതാണ് ഞാൻ എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു സാധനം. ഒന്നില്ലെങ്കിൽ മീൻ വറക്കും, ഇല്ലെങ്കിൽ വേവിക്കും, അല്ലെങ്കിൽ മീൻ പറ്റിക്കും. ഈ 3 എണ്ണമാണ് ഏത് നേരം ചെയ്യാറുള്ളത്. ഇനിയിപ്പോൾ പപ്പടം പൊട്ടിക്കാം. ഭക്ഷണം എല്ലാം കഴിച്ച് കഴിഞ്ഞു. പക്ഷേ എൻ്റെ പല്ലിൽ കമ്പി ഇട്ടുകൊണ്ട് സത്യം പറഞ്ഞാൽ കടിച്ചു പൊട്ടിക്കാനൊന്നും എനിക്ക് പറ്റണേ ഇല്ല. ഈ പല്ലുകൊണ്ട് പല്ലിക്കമ്പി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പല്ല് താഴ്ന്നുകൊണ്ട് അത്ര ബലം ഉണ്ടാകത്തില്ല നമ്മുടെ പല്ലിന്. സോ കടിച്ചു പൊട്ടിക്കാനൊന്നും എന്നെക്കൊണ്ട് പറ്റണില്ല. ഞാൻ കത്രിക എടുത്ത് മുറിച്ച് ഇതാക്കി പൊടിച്ചെടുത്തു. പായസം നന്നായി ഇളക്കിയൊക്കെ കൊടുത്തു. ഇനി ആ പപ്പടം ഞാൻ കഴിക്കാതെ വെച്ചത് ഇതിന് വേണ്ടിയിട്ടാട്ടോ. പപ്പടത്തിൻ്റെ കൂടെ പായസം ഒഴിച്ച് കഴിക്കുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം. സോ പപ്പടം ഞാൻ ചോറിൻ്റെ കൂടെ കഴിക്കുന്നതിന് പകരം പായസത്തിൻ്റെ കൂടെ കഴിക്കാനാണ് കേട്ടോ എനിക്കിഷ്ടം. അതുകൊണ്ടാണ് ഞാൻ പപ്പടം കഴിക്കാതിരുന്നത്. പിന്നെ പഴവും കൂടി ഉണ്ടെങ്കിൽ സൂപ്പറായി തന്നെ. എന്നാലും പപ്പടവും പായസവും കിട്ടിയാലും ഓക്കെയാണ്. നല്ല ടേസ്റ്റാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്യണത്. ഒരാൾ നോക്കിയിരിക്കുന്നുണ്ട് അവിടെ, ശ്രദ്ധിച്ചു നോക്ക്. അവൾ നോക്കിയിരിക്കുകയാണ്. നിങ്ങളുടെ വീട്ടിലുണ്ടാ ഇങ്ങനെ ഒരാൾ? പാവം. പാവം എൻ്റെ പട്ടിക്കുട്ടിയായിരുന്നേ. അവൾക്ക് എന്തെങ്കിലും ഇച്ചിരിയെങ്കിലും കിട്ടിയാൽ മതി എന്നുള്ളതുകൊണ്ടാണ് അവളവിടെ നിൽക്കണത്. ഇച്ചിരി കൊടുത്താലും അവൾ ഹാപ്പി കേട്ടോ. അത് ഗോതമ്പ് പായസമായിരുന്നേ. അവിടെ നോക്കിയിരിപ്പുണ്ട് കേട്ടോ. ചെവി കാണുന്നുണ്ടോ? 2 ചെവി. കുറുക്കൻ്റെ ചെവിയാണ്, കുറുക്കൻ്റെ ചെവി കൂർത്തിരിക്കുന്നു. നല്ല ടേസ്റ്റുള്ള പായസമായിരുന്നു. ശരിക്കും എനിക്കിഷ്ടമായി. ഒരാൾ നോക്കിയിരിക്കുക, എനിക്കും കൂടി കുറച്ചാ എന്ന് പറഞ്ഞിട്ട്.
ഞാൻ അവളുടെ പാത്രം എടുക്കാൻ പോയേക്കാണ്. അവൾക്കും കൂടി കുറച്ച് പായസം കൊടുത്തേക്കാം. സോ അവൾക്കും ഞാൻ പപ്പടം ഇട്ട് പായസം കുഴച്ചാട്ടോ കൊടുക്കുന്നത്. അവളുടെ പ്ലേറ്റാണത്. പായസം കുറച്ചേ ഉള്ളൂ കേട്ടോ, അവസാനത്ത് ഇച്ചിരിയേ ഉള്ളൂ. അത് ഫുള്ള് ഒഴിച്ചേക്കാം. പിന്നെ ഞാൻ ബാക്കി വെച്ച ഇച്ചിരി ഒരു പിടി ചോറേ ഉള്ളൂ, ഒരു പിടി ചോറും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ മധുരം ഉള്ളതുകൊണ്ട് തന്നെ ഇവർ കഴിക്കും കേട്ടോ. ശരിക്കും മധുരം കൊടുക്കാൻ പാടില്ലെന്നാണ് പറയാറ്. പക്ഷെ എന്നാലും കൊതിക്ക് ഒരു ഇച്ചിരി കൊടുത്തെന്ന് പറഞ്ഞാൽ ഒന്നും സംഭവിക്കത്തൊന്നുമില്ല. അവൾ നോക്കിക്കേ. തരൂ, എൻ്റെ പ്ലേറ്റ് അല്ലേ, തരൂ. അവൾക്ക് മനസ്സിലായി അവൾക്ക് കിട്ടാനാണെന്ന്. അവളുടെ പ്ലേറ്റ് എടുത്തപ്പോൾ തന്നെ അവൾക്ക് മനസ്സിലായി. ഇനിയിപ്പോൾ ഒരാൾ കുര തുടങ്ങും. ദേ ഇരിക്കുന്ന ഒരാൾ, അവനിരിക്കുന്ന കണ്ടില്ലേ? ഇവക്ക് കൊടുത്തത് അവന് ഇഷ്ടപ്പെട്ടിട്ടില്ല, അവനും വേണം. അവൻ്റെ കുര കാരണമാണെന്ന് തോന്നുന്നു. അവൾ അത്രയും കഴിച്ചിട്ട് അവന് കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും പിന്നെ കഴിക്കാതിരുന്നത്. ഇവർ തമ്മിൽ അങ്ങനത്തെ സ്നേഹമൊക്കെ ഉണ്ട് കേട്ടോ. ഇങ്ങനെ കുരയ്ക്കുമെന്നുണ്ടെങ്കിലും അവളുടെ ഭക്ഷണം അവൾ ഷെയർ ചെയ്യും. അവൻ്റെ നോട്ടം നോക്കിക്കേ. അവനത് മൊത്തം കഴിച്ചു തീർത്തു. പിന്നെ മധുരം ഉള്ളതുകൊണ്ട് തന്നെ അവർ കഴിച്ച് തീർക്കും കേട്ടോ. അവൾ നോക്കിയപ്പോൾ ഇവനെല്ലാം കഴിച്ചു തീർത്തല്ലോ, അപ്പോൾ എനിക്കൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞ് അവൾ നോക്കിയിരിക്കുകയാണ് അവൻ്റെ പാത്രത്തിലേക്ക്. അവനത് മൊത്തം വടിച്ച് കഴിച്ചു. ഇതാണ് എൻ്റെ ഉച്ചയൂണ്. ഞാൻ ഉച്ചയ്ക്ക് എപ്പോഴും ചോറാണ് കഴിക്കാറ്. പക്ഷേ എല്ലാ രീതിയിലും പച്ചക്കറി വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളായതുകൊണ്ടാണ് ഇന്ന് മീൽസ് തന്നെ ഓർഡർ ചെയ്തത്. ഇനി അടുത്ത വീഡിയോയുമായി വരുന്നവരിക്കും എല്ലാവർക്കും ശുഭദിനം. ടാറ്റ, ബൈ ബൈ.